إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ചിലർ അടുത്തായി ഇസ്ലാം സ്വീകരിച്ച പുതു മുസ്ലിമീങ്ങളായ ചില ആളുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് അവർ ഇസ്ലാം സ്വീകരിച്ചതിനെ സംബന്ധിച്ച്, അവർ മുസ്ലിമീങ്ങളായി എന്നതിനെ സംബന്ധിച്ച് അവർ ഒരു മേന്മയെന്നോണം അവരുടെ വാക്കുകളിൽ അത് പ്രകടമായി. അവരുടെ വാക്കുകളിൽ ഒരു മേന്മയെന്നോണം അത് പ്രതിഫലിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ തിരുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിമീങ്ങളായി എന്നുള്ളത്, ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് അതവരുടെ ഒരു മേന്മയായി അവർ എടുത്തു പറയുന്നു. എന്നാൽ നബിയെ കുല്ല തമുന്നു അലയ്യ ഇസ്ലാമക്കും, അവരോട് പറയുക, നിങ്ങൾ എന്റെ മേൽ അതൊരു ഔദാര്യമായി, അതൊരു മേന്മയായി നിങ്ങൾ പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ ഈമാനിലേക്ക് വഴി നയിച്ചത് വഴി, ഈമാനിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുവന്നതിലൂടെ, നിങ്ങളെ മുസ്ലിമീങ്ങളാക്കി എന്നതിലൂടെ, നിങ്ങളെ തൗഹീദിന്റെ വക്താക്കളാക്കി എന്നതിലൂടെ, ബലില്ലാഹി യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഔദാര്യം ചെയ്തത്. അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ ഓശാരമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സമ്മാനമാണ് നിങ്ങളുടെ ഇസ്ലാം, നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്നുള്ളത്. അത് നിങ്ങളുടെ ഔദാര്യമല്ല, നിങ്ങളുടെ മേന്മയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ തിരുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ, അല്ലാഹു സ്വീകരിക്കുന്ന, അല്ലാഹു പരലോകത്ത് നമുക്ക് രക്ഷ നൽകുന്ന, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരേ ഒരു മതം അല്ലാഹുവിന്റെ മതം, അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അവതീർണമായ മതം, അത് ദീനുൽ ഇസ്ലാമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻ. ഇസ്ലാം അല്ലാത്ത മറ്റ് ആശയങ്ങൾ, മറ്റാദർശങ്ങൾ, മറ്റു മതങ്ങൾ, മറ്റു പ്രത്യയ ശാസ്ത്രങ്ങൾ അത് ദീനായി സ്വീകരിക്കുന്നവൻ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പരാജിതരുടെ, നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും അവൻ ഉൾപ്പെടുക. അള്ളാഹുവിന്റെ അനുഗ്രഹമെന്നോണം മുസ്ലിമീങ്ങളാവാൻ
അള്ളാഹുവിനെ അടിമപ്പെട്ട് അവന് വിധേയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. എന്നാൽ ഈ നിഅമത്ത് കിട്ടാത്ത, ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും, നമ്മുടെ നാട്ടിലായി വസിക്കുന്നു, നമ്മുടെ ചുറ്റിൽ വസിക്കുന്നതായി നമുക്ക് കാണാം. മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ, ഇസ്ലാം സ്വീകരിക്കാൻ തൗഫീഖ് നൽകപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ. എന്നാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നോണം, അള്ളാഹുവിന്റെ ഔദാര്യം എന്നോണം നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഇനി ആ ഇസ്ലാമിലായിക്കൊണ്ട് മരിക്കുക, മുസ്ലിമീങ്ങളായിക്കൊണ്ട് മരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അവന്റെ നിയമങ്ങൾ, അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക, അവനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാകരുത്. മുസ്ലിമായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ മരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ നിഅമത്ത്, ഇസ്ലാം എന്ന നിഅമത്ത്, നമ്മുടെ മരണം വരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റൂഹ് പിടിക്കുന്നത് വരെ അത് നിലനിർത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. മുസ്ലിമീങ്ങളായിരുന്നവർ, നിസ്കരിച്ചിരുന്നവർ, തൗഹീദ് ഉണ്ടായിരുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അതിനുവേണ്ടി എഴുതിയിരുന്ന ആളുകൾ, പ്രസംഗിച്ചിരുന്ന, സംസാരിച്ചിരുന്ന ആളുകൾ, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതുപോലെ, യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ, രാവിലെ മുഅ്മിനായവൻ പ്രഭാതമുണർന്നപ്പോൾ മുസ്ലിമായിക്കൊണ്ട് നേരമുണർന്നവൻ അവനതാ വൈകുന്നേരത്തിൽ എത്തിപ്പെട്ടപ്പോൾ, രാത്രിയായപ്പോൾ അവനതാ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നു. വൈകുന്നേരത്തിൽ, രാത്രിയിൽ മുസ്ലിമായിരുന്നവൻ അവൻ രാവിലെ നേരമുണർന്നപ്പോൾ അതാ അവൻ കാഫിറാകുന്നു, അവൻ മുർത്തദ്ദാകുന്നു, ദീനിൽ നിന്ന് അവൻ തെറിച്ചു പോകുന്നു. അത്തരത്തിലൊരു കാലഘട്ടമാണ് നമ്മുടേത്. ദുനിയാവിന്റെ ചില തൽപര ലാഭങ്ങൾക്ക് വേണ്ടി, ചില തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അവരുടെ ദീനിനെ അവർ വിറ്റുതുലക്കുന്നു, ദീൻ ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നു, കുഫാറുകളായി മാറുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഐ ആം എൻ എക്സ് മുസ്ലിം എന്ന് വീമ്പളക്കിക്കൊണ്ട്, ഞാൻ മുസ്ലിമീങ്ങളിൽ നിന്ന് തെറിച്ച ആളാണ്, മുസ്ലിമീങ്ങളിൽ നിന്ന് പുറത്തു വന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്ന എത്രയോ ആളുകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്ന ഈ ആളുകൾ, ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ഈ ആളുകൾ, അവരിൽ ഭൂരിഭാഗം ആളുകളും മുസ്ലിം പേരുള്ള ആളുകളാണ്. മുസ്ലിം പേരുള്ള ആളുകളാണ് അതിൽ ഭൂരിഭാഗവും. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടന്നു എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകളെയും മുസ്ലിമീങ്ങളെയും കൂടി അതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവരുടെ അകമഴിഞ്ഞ പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, അവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ, സത്യമറിയുന്ന അവിശ്വാസികളെ സംബന്ധിച്ച് അവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വദ്ദു ലൗ തക്ഫുറൂന കമാ കഫറു ഫതകൂനൂന സവാ, അവർ കുഫാറുകളായതുപോലെ, അവർ അവിശ്വസിച്ചതുപോലെ, അവർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചതുപോലെ നിങ്ങളും നിഷേധിക്കാൻ, ഇസ്ലാമിൽ നിന്ന് നിങ്ങളും പുറത്തു കടക്കാൻ, മുസ്ലിമീങ്ങളാകാതിരിക്കാൻ അവരും ആഗ്രഹിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത്തരത്തിൽ ദീനിൽ നിന്ന് പുറത്തു കടക്കുക മാത്രമല്ല, കാഫിറാകുക മാത്രമല്ല, മുസ്ലിമീങ്ങളായ ആളുകളെ അവരെ ദീൻ ഉപേക്ഷിക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതിനുവേണ്ടി അഹോരാത്രം വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആളുകളാകട്ടെ, ഇസ്ലാം സ്വീകരിക്കാത്ത മറ്റുള്ളവരാകട്ടെ, അവർ എല്ലാവരും, കുഫാറുകളായ എല്ലാവരും, അവർ നാളെ ആഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, പരലോകത്തെത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന്
ചിന്തിക്കുന്നൊരവസ്ഥ, എന്ന് വിലപിക്കുന്ന ഒരവസ്ഥ അവർക്ക് കടന്നു വരാനുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ പ്രതാപം, നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ അഭിമാനം നമ്മുടെ ദീനിലാണ്, ഇസ്ലാമിലാണ്. ഇസ്ലാം മുറുകെ പിടിച്ചത് കൊണ്ടല്ലാതെ നമുക്ക് ഇസ്സത്ത് ലഭിക്കുകയില്ല. പ്രതാപം ഇസ്ലാമിലൂടെ അല്ലാതെ നമുക്ക് കരഗതമാവുകയില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നാം എല്ലാവരും തൗഹീദുള്ള ആളുകളാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അതല്ലാത്ത, തൗഹീദില്ലാത്ത, ശിർക്കിൽ പൂണ്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. തൗഹീദില്ലാത്ത, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് ഇബാദത്ത് നൽകുന്ന ആളുകൾ, ഒരു വക്ത് പോലും അള്ളാഹുവിനു വേണ്ടി നിസ്കരിച്ചിട്ടില്ലാത്ത, മുസ്ലിം ആയിരുന്നിട്ടും ഒരു വക്ത് പോലും നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, അത്തരത്തിലുള്ള കെടുതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിച്ചു. നമ്മൾ തൗഹീദുള്ളവരാണ്, തൗഹീദ് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്നവരാണ്. നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്. ഇതില്ലാത്ത ഒരുപാട് ആളുകളും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. എന്നാലും തൗഹീദുള്ള ആളുകളിലും 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളിലും ശിർക്കിനോടും കുഫ്രിനോടും എത്രത്തോളം അവർക്ക് അവരുടെ ഹൃദയത്തിൽ അതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ജാറത്തിന്റെ മുന്നിലൂടെ കടന്നുപോയാൽ, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആളുകളെ ആരാധിക്കുന്ന, മറ്റു ദേവാലയങ്ങളെന്ന് അവർ വിളിക്കപ്പെടുന്ന മറ്റുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ വികാരം, ഒരു നീരസം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു നീരസം നമ്മുടെ മനസ്സിൽ അത് തോന്നിയിട്ടില്ല എങ്കിൽ, അത്തരത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കപ്പെടുമ്പോൾ, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുമ്പോൾ, അവർക്ക് നേർച്ച അർപ്പിക്കപ്പെടുമ്പോൾ അത്തരത്തിലൊരു നീരസം നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, സഹോദരങ്ങളെ, അത് അപകടമാണ്. അത്തരത്തിലുള്ളൊരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ തൗഹീദുള്ള ആളുകൾ, 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ശിർക്ക് ചെയ്യുന്ന, കുഫ്ർ ചെയ്യുന്ന ഈ ആളുകളോടുള്ള നിലപാടെന്താണ്? അതിൽ പല ആളുകളും അവരുടെ പുണ്യപുരുഷന്മാരായി, അവർ പ്രതാപം തേടുന്നവരായി സ്വീകരിച്ചിട്ടുള്ളവരാരാണ്? മുസ്ലിമീങ്ങളെ യുവാക്കൾ, ചെറുപ്പക്കാർ. അവർ ഇസ്സത്ത് തേടുന്നതിനു വേണ്ടി അവർ പ്രതാപം തേടുന്നത് ആരിൽ നിന്നാണ്? അവരിൽ പല ആളുകളും ദീനില്ലാത്ത കുഫാറുകളായ കാൽപന്ത് താരങ്ങളെയാണ് അവർ ഇഷ്ടപ്പെടുന്നതും, അവരെയാണ് പുണ്യപുരുഷന്മാരാക്കി സ്വീകരിക്കുന്നതും, അവരുടെ റോൾ മോഡലുകളായി അവർ സ്വീകരിക്കുന്നത് ഇവരെയാണ്. അതല്ലെങ്കിൽ ചലച്ചിത്ര താരങ്ങളെയാണ്, അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് അവർ പുണ്യപുരുഷന്മാരായി കണക്കാക്കുന്നതും, ഇവരാണ് ഞങ്ങളുടെ ആളുകളെന്ന് പറയുന്നതും, ഇവരിലൂടെയാണ് ഞങ്ങൾക്ക് പ്രതാപം ലഭിക്കപ്പെടുന്നതെന്നവർ വിചാരിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ തൗഹീദുള്ള, 5 വക്ത് നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരുപാട് ആളുകൾ അവർ ഇത്തരത്തിലുള്ള കെടുതികളിൽ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഈ ആളുകളെ അവർ വാഴ്ത്തി പറയുകയും, അവരാണ് ഞങ്ങൾക്ക് പ്രതാപം ഉണ്ടാക്കി നൽകുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ അള്ളാഹുവിന് മകനുണ്ടെന്ന് പറയുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെയാണോ സഹോദര മുസ്ലിമേ, മുവഹിദേ, തൗഹീദുള്ളവനെ, അള്ളാഹുവിന്റെ മുന്നിൽ 5 നേരം സുജൂദ് ചെയ്യുന്നവനെ, നിന്റെ പുണ്യപുരുഷനായി, നിന്റെ ആത്മമിത്രമായി, നീ പ്രതാപം തേടുന്നവനായി ഇവനെയാണോ നീ സങ്കല്പിച്ചിരിക്കുന്നത്? അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഇവരെയാണോ നീ സങ്കല്പിച്ചിരിക്കുന്നത്? സഹോദര, നിന്റെ ഇസ്സത്ത്, നിന്റെ പ്രതാപം ഈ ദീനുൽ ഇസ്ലാമിലാണ്, അള്ളാഹുവിലാണ്, അവന്റെ റസൂലിലാണ്, ആ റസൂലിന്റെ സഹാബാക്കളിലാണ്, തൗഹീദിലാണ് നിന്റെ ഇസ്സത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലാണ് നിന്റെ ഇസ്സത്ത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലാണ് നിന്റെ ഇസ്സത്ത്. 5 നേരം നിന്റെ ശിരസ് ഉയർത്തിക്കൊണ്ട് പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിലാണ് നിന്റെ ഇസ്സത്ത്.
നെരിയാണിക്ക് മുകളിൽ വസ്ത്രമുടുക്കുന്നതിലാണ് നിന്റെ ഇസ്സത്ത്. നിന്റെ താടി സമൃദ്ധമായി നീട്ടി വളർത്തുന്നതിലാണ് നിന്റെ ഇസ്സത്ത്. സഹോദരി, നിന്റെ ഇസ്സത്ത് നിന്റെ റബ്ബിനെ അനുസരിക്കുന്നതിലാണ്. നിന്റെ റബ്ബിന്റെ അടിമാത്തിയായി, നിന്റെ റബ്ബിന്റെ ദാസിയായി ജീവിക്കുന്നതിലാണ് നിന്റെ ഇസ്സത്ത്. നിന്റെ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് നിന്റെ ഇസ്സത്ത്. അർദ്ധനഗ്നരായ സ്ത്രീകളിൽ നിന്ന് വേറിട്ടുകൊണ്ട്, അള്ളാഹു കൽപ്പിച്ച ഹിജാബ് അണിഞ്ഞുകൊണ്ട്, അവരിൽ നിന്ന് വേറിട്ടുകൊണ്ട് മഹിളാരത്നങ്ങളായി ജീവിക്കുന്നതിലാണ് നിന്റെ ഇസ്സത്തുള്ളത്. നിന്റെ കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമികമായി അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിൽ വളർത്തുന്നതിലാണ് നിന്റെ ഇസ്സത്ത്. അതിലാണ് നീ ഇസ്സത്ത് കാണേണ്ടത്. അള്ളാഹുവിലാണ് നിന്നെ ഇസ്സത്ത് കാണേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിലാണ്, ആ റസൂലിന്റെ സുന്നത്തിലാണ് നീ ഇസ്സത്ത് കാണേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്ന കുന്ന അദല്ല ഖൗമിൻ ഫഅഅ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഞങ്ങൾ ഏറ്റവും നിന്ദ്യരായ ആളുകൾ വിലവെക്കാത്തൊരു സമൂഹമായിരുന്നു ഞങ്ങൾ. ഫഅഅ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിലൂടെ ഞങ്ങൾക്ക് പ്രതാപം നൽകി. ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅ്സനല്ലാഹ്, ഈ ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട്, മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട്, ഇസ്ലാമിലല്ലാത്ത മറ്റേതെങ്കിലും വക്താക്കളെ കൊണ്ട് നിങ്ങൾ ഇസ്സത്ത് തേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതല്ലനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ നിന്ദ്യരാക്കുക തന്നെ ചെയ്യും. സഹോദര, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വലാ തഹീനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ കിതാബ് അനുസരിച്ച്, റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ജീവിതം പ്രാവർത്തികമാക്കിയ രൂപത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഉന്നതന്മാർ, യഥാർത്ഥത്തിൽ പരമോന്നതർ, ഇസ്സത്തുള്ളവർ, പ്രതാപവാന്മാർ നിങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനാകുന്നു, അവന്റെ റസൂലിനാകുന്നു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന, അവരെ അക്ഷരാർത്ഥത്തിൽ പിന്തുടരുന്ന മുഅ്മിനീങ്ങൾക്കാകുന്നു ഇസ്സത്തുള്ളത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, എന്നാൽ മുനാഫിഖീങ്ങളായ, പേരിന് ഇസ്ലാം സ്വീകരിച്ച, മുസ്ലിം പേരുള്ള, എന്നാൽ ഇസ്ലാമിന്റേതായ യാതൊരു ആദർശവും ജീവിതത്തിലില്ലാത്ത, പേരിന് മാത്രം മുസ്ലിമീങ്ങളായ ആളുകൾ, മതനിഷേധം ജീവിതത്തിൽ പുലർത്തിയ ആളുകൾ, വലകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, അവർക്ക്, മുനാഫിഖീങ്ങളായ ആളുകൾക്ക്, കാപട്യമുള്ള ആളുകൾക്ക്, കപടന്മാരായ ആളുകൾക്ക് അതവർ മനസ്സിലാക്കുന്നില്ല, അതവർ അറിയുന്നില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നത്. ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുവാനും അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും മറ്റെല്ലാ കാര്യങ്ങളെയും അവർ അല്ലാഹുവിനെ മറ്റെല്ലാ കാര്യത്തിനേക്കാളും മുകളിൽ വെക്കുവാനും അത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സാബ് യുദ്ധവേളയിൽ സഹാബികളോട് പറഞ്ഞൊരു വാചകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വില്ലിൽ നിന്ന് ഒരുപാട് അമ്പുകൾ തുടരെ വരുന്ന അമ്പുകൾ പോലെ നമുക്കെതിരിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ ശത്രുക്കളെ എനിക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ സൈന്യമെന്നോണം അവർ നിങ്ങൾക്കെതിരിൽ വരുന്നത്, നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ ഇല്ലാതാക്കുവാൻ അവർ പരിശ്രമിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു. അതെല്ലാ കാലഘട്ടത്തും പുലർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുസ്ലിമീങ്ങളെ, വിശിഷ്യ മുസ്ലിമീങ്ങളിൽ യഥാർത്ഥത്തിൽ ദീൻ പാലിക്കുന്ന ആളുകളെ, അവരെ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരും, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുകയും ജാറപൂജയും മറ്റുള്ള ഖുറാഫാത്തുകളുമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളും
ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള യഹൂദരും സത്യനിഷേധികളും മതനിരാസരും അത്തരത്തിലുള്ള മുനാഫിക്കീങ്ങളും എല്ലാവരും മുസ്ലിമീങ്ങൾക്കെതിരിൽ വരുന്ന, അവരെ ഇല്ലാതാക്കാൻ, അവരെ തീർത്തു കളയാൻ ശ്രമിക്കുന്ന എല്ലാ കാലഘട്ടത്തും അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അവരെല്ലാവരും കൂടി ഇസ്ലാമിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അതിൽ നിന്ന്, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്നും അവരുടെ കെടുതികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ, അവർക്ക് മേൽ നമുക്ക് ആധിപത്യം ഉണ്ടാവണമെങ്കിൽ, നമ്മൾ അവരെക്കാൾ മുന്തിയവരാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ യൻസുർകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ, ആ ദീൻ പഠിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ ദീൻ പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണെന്ന് ഞാൻ എന്ന് പറയുന്ന, ഇസ്ലാം പ്രചരിപ്പിക്കുന്ന, തൗഹീദ് പ്രചരിപ്പിക്കുന്ന ആളുകളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങൾക്കെതിരിൽ നിങ്ങൾക്ക് മേലെ ആധിപത്യം ചെലുത്താൻ മറ്റാരുമില്ല. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ദീനും ദുനിയാവും അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി നൽകും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം നൽകിയതുപോലെ വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ലനസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം, അല്ലാഹുവിൽ വിശ്വസിക്കുകയും മുഅ്മിനീങ്ങളായി തീരുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മുമ്പുള്ളവർക്ക് ആധിപത്യം നൽകിയതുപോലെ, അവർക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ അല്ലാഹു അവർക്കും പ്രാതിനിധ്യം നൽകും, അവർക്കും ആധിപത്യം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അല്ലാഹു അവർക്ക് തൃപ്തി കൊടുത്തു നൽകിയ, തൃപ്തിപ്പെട്ട അവന്റെ ദീനുൽ ഇസ്ലാം അത് തലയുയർത്തി പിടിച്ച് ആ ദീൻ പ്രാവർത്തികമാക്കുകയും ആ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയപ്പാടിന് ശേഷം, നിന്യതയ്ക്ക് ശേഷം, ഭയപ്പാടിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിർഭയത്വം നൽകും. യഅ്ബുദൂനനി വലാ യുശ്രികൂന ബിഹി ശൈഅ, അവർ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരും, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും, അല്ലാഹുവിന് മാത്രം നേർച്ചകൾ നേരുന്നവരും, അല്ലാഹുവിനോട് മാത്രം പ്രയാസങ്ങൾ പറയുന്നവരും, അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷകൾ അർപ്പിക്കുന്നവരും, അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കാത്തവരുമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സഹോദരങ്ങളെ, സ്വഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചളിക്കുണ്ടിൽ കിടന്നിരുന്ന, ശിർക്കിലാണ്ടിരുന്ന അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതാപവാന്മാരാക്കി മാറ്റി. അവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ റോമും പേർഷ്യയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ സാമ്രാജ്യത്തിന് കീഴിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിൽ സ്പെയിനിനെ, മുസ്ലിമീങ്ങൾക്ക് ഉന്ദുലുസിനെ മുസ്ലിമീങ്ങൾക്ക് അധികാരപ്പെടുത്തി നൽകി. അത്തരത്തിൽ സഹാബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചപ്പോൾ, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആധിപത്യം നൽകി. അഹ്സാബ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്സാബ് യുദ്ധവേളയിൽ മുനാഫിഖീങ്ങളിൽ ചിലർ സ്വഹാബത്തിനോടായി പറയപ്പെട്ടതായി കാണാം. ഇന്നന്നാസ ഖദ് ജമഅ ലക്കും, അവിശ്വാസികളായ ആളുകൾ അവരെല്ലാവരും ഒന്നടങ്കം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു. ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെട്ടുകൊള്ളുക. അവരെന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പറ്റി എന്താണ് പറഞ്ഞത്? ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ അതുമൂലം, അവർ അത് പറഞ്ഞത് നിമിത്തം ഫസാദഹും ഈമാൻ, അവരുടെ ഈമാൻ വർദ്ധിച്ചു. അവർ പറഞ്ഞു വഖാലു ഹസ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് മതിയായവനാണ്, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കുവാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയോ നല്ലവനെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങൾ, അത്തരത്തിൽ ഈമാനുള്ളവരായി മാറുക എന്നുള്ളത്, തൗഹീദ് മുറുകെ പിടിക്കുക എന്നുള്ളത്
നിസ്കാരം അത് മുറുകെ പിടിക്കുക എന്നുള്ളത്, ദീനിയായ ഓരോ കാര്യവും അത് പഠിച്ചു മനസ്സിലാക്കുകയും ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ദീനിന്റെ അടിസ്ഥാനങ്ങളും പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കൈവരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ യൻസുർകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അല്ലാഹുവിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരാളും ആധിപത്യം ചെലുത്തുകയില്ല, നിങ്ങളെ വെല്ലാൻ ആരുമില്ല എന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലായിക്കൊണ്ട് മരിക്കാനും ഈ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും തൗഹീദിലായിക്കൊണ്ട് മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ഥൈര്യം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുച്ചൂടും നശിപ്പിക്കുമാറാകട്ടെ. ആരാകട്ടെ, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരാകട്ടെ, മുസ്ലിമീങ്ങളല്ലാത്തവരാകട്ടെ, ഇസ്ലാമിനോട് പ്രത്യക്ഷത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചവരാകട്ടെ, മുസ്ലിമീങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുതന്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.